നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. വോട്ടുകൾ വ്യാപകമായി ചോർന്നത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി എൻ.ഡി.എ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. മണ്ണാർക്കാട്ടെ ബി.ജെ.പി. നേതൃത്വം തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ലെന്നും വോട്ട് കച്ചവടമാണ് നടന്നതെന്നും ഐസക് വർഗീസ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷിച്ച് മത്സരിച്ച പി.കെ. ശശിക്ക് ഭൂരിപക്ഷം കിട്ടിയത് കരിമ്പുഴ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ മാത്രം. മണ്ഡലത്തിലെ 8-ൽ 6 തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് കെ. പ്രേംകുമാറിന്. കോട്ടപ്പാടം ഭീമനാട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസ്. കോട്ടപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കച്ചേരിപ്പറമ്പിലെ പിലാച്ചുള്ളി പാടശേഖരത്തെ വീണ്ടും കാട്ടാന ഇറങ്ങി. 40ഓളം കവുങ്ങുകൾ നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. പട്ടാമ്പിയിൽ മയക്കുമരുന്ന് വേട്ട. MDMA-യുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി കോളേജ് സ്ട്രീറ്റ് സ്വദേശി ഇരട്ടയിൽ വീട്ടിൽ സുബേറാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പി. വോട്ടുകൾ വ്യാപകമായി ചോർന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻ.ഡി.എ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഐസക് വർഗീസ് ബി.ജെ.പി. കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. മണ്ണാർക്കാട്ടെ ബി.ജെ.പി. നേതൃത്വം തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിട്ടില്ലെന്നും ബി.ജെ.പി. ഭരിക്കുന്ന പുതൂർ പഞ്ചായത്തിൽ പോലും വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ഈ നിസ്സഹകരണവും മണ്ണാർക്കാട് മണ്ഡലത്തിലെ വോട്ട് കച്ചവടവുമാണെന്നുമാണ് ഐസക് വർഗീസിന്റെ പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏകോപനമുണ്ടായില്ലെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ പ്രവർത്തകർ പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ അട്ടപ്പാടിക്ക് താഴെ 11,500 വോട്ടും അട്ടപ്പാടിയിൽ 9,500 വോട്ടും ലഭിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള N.T. രമേശന് നൽകിയ കണക്ക്. ഈ കണക്കിന്റെ പകുതി പോലും പിടിക്കാനായില്ലെന്നതാണ് വസ്തുത. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി കെ. കൃഷ്ണകുമാറിന് 22,715 വോട്ടാണ് ലഭിച്ചത്. തനിക്ക് ലഭിച്ച 10,671 വോട്ടിൽ 7,000 വോട്ടും വ്യക്തിപരമായുള്ളതും ക്രിസ്ത്യൻ വോട്ടുകളുമാണ്. 3,000 ബി.ജെ.പി. വോട്ട് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ 11,000-ന്റെയും 2021 നിയമസഭാ കണക്ക് നോക്കിയാൽ 7,000 വോട്ടിന്റെയും ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഇക്കാര്യം പരിശോധിക്കണം. ബി.ജെ.പി. ഭരിക്കുന്ന പുതൂർ പഞ്ചായത്തിൽ 1,266 വോട്ട് മാത്രമാണ് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പുതൂരിലെ മിക്ക ബൂത്തുകളിലും UDF സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. അഗളി പഞ്ചായത്തിലെ ബി.ജെ.പി. ജയിച്ച കാവുണ്ടിക്കല്ല്, പരപ്പൻതറ വാർഡുകളിലെ ബൂത്തുകളിലും NDA സ്ഥാനാർത്ഥി പിന്നിലാണ്. ബി.ജെ.പിയുടെ ബൂത്ത് ഏജന്റുമാർ ഇരുന്ന ചില ബൂത്തുകളിൽ പോലും വോട്ട് നില 0-മാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ബി.ജെ.പി. നൽകിയ ഫണ്ട് വേണ്ടവിധം ബൂത്തുകളിൽ എത്തിച്ചില്ല. ബൂത്തുകളിൽ 5,000 രൂപ വീതം നൽകാൻ പാർട്ടി നൽകിയ തുക പലയിടത്തും നൽകിയില്ല. ചിലയിടങ്ങളിൽ പാർട്ടി നിർദ്ദേശിച്ചതിലും കുറവ് തുകയാണ് നൽകിയത്. ഇതെല്ലാം പ്രവർത്തനത്തെ ബാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏകോപനമുണ്ടായിരുന്നില്ല. സ്വന്തം PR ടീമിനെ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. ചില നേതാക്കൾ UDF-മായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ തെളിവ് സഹിതം പരാതി നൽകിയെന്നും ഐസക് പറഞ്ഞു. പി.കെ. ശശി ഫാക്ടറിലൂടെ 5,000 വോട്ടും സേവ് CPI 1,500 വോട്ടും ഉൾപ്പെടെ 15,000 വോട്ടാണ് N. ഷംസുദ്ദീന് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഭൂരിപക്ഷം 25,000-ലെത്തിച്ചത് ബി.ജെ.പി. വോട്ടുകളാണെന്നും നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കാത്തതും പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും വോട്ട് ചോർച്ചയും ചർച്ചയായതാണ് അറിയുന്നത്. ബി.ജെ.പി. വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടില്ലെന്ന് ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി B. മനോജ് അറിയിച്ചു. ഇതിനു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA സ്ഥാനാർത്ഥി ലഭിച്ച വോട്ടുകളും ഐസക് വർഗീസിന് ലഭിച്ച വോട്ടും പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകുമെന്നും മനോജ് അറിയിച്ചു. ആഞ്ഞുവീശിയ UDF തരംഗത്തിനിടയിലും മികച്ച വിജയം നേടിയ LDF സ്ഥാനാർത്ഥി കെ. പ്രേംകുമാറിന് മണ്ഡലത്തിലെ 8-ൽ 6 തദ്ദേശ സ്ഥാപനങ്ങളിലും മികച്ച മുന്നേറ്റം. 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.കെ. ശശിക്ക് ലീഡ് നേടാനായത്. ശ്രീകൃഷ്ണപുരം, പൂക്കോട്ടുകാവ്, കടമ്പളിപ്പുറം, അമ്പലപ്പാറ, ലക്കിടിപേരൂർ പഞ്ചായത്തുകളും ഒറ്റപ്പാലം നഗരസഭയുമാണ് LDF-ന് ഒപ്പം നിന്നത്. കരിമ്പുഴ, തച്ചനാട്ടുകര പഞ്ചായത്തുകൾ UDF-നെ തുണച്ചെങ്കിലും 2ഇടത്തും പ്രതീക്ഷിച്ച ലീഡ് നേടാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി. കരിമ്പുഴയിൽ 1,115 വോട്ടിന്റെയും തച്ചനാട്ടുകരയിൽ 2,591 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് UDF-ന് ലഭിച്ചത്. അതേസമയം ഒറ്റപ്പാലം നഗരസഭ ഉൾപ്പെടെ LDF-ന് മേൽക്കൈ ലഭിച്ച തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെല്ലാം NDA-ക്കാണ് 2ാം സ്ഥാനം. UDF-ന് ഭൂരിപക്ഷം ലഭിച്ച കരിമ്പുഴ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ LDF 2ാം സ്ഥാനത്തുമെത്തി. സംസ്ഥാനത്തു തന്നെ CPM-ന് ലഭിച്ച 2ാമത്തെ മികച്ച ഭൂരിപക്ഷമാണ് ഒറ്റപ്പാലത്തേത്.
കോട്ടപ്പാടം ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീമനാട് സ്വദേശി അബ്ദുൽ ജലീൽ, മേലാറ്റൂർ സ്വദേശി മുഹമ്മദ് ജൌഹർ എന്നിവരാണ് അറസ്റ്റിലായത്. കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശങ്കരനെ മരിച്ച നിലയിൽ കണ്ടത്. തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശാസ്ത്രീയ പരിശോധനയ്ക്കും ശേഷം ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റകരമായ നരഹത്യയുടെ വിവരങ്ങൾ പുറത്തുവന്നതും ഭീമനാട് സ്വദേശി അബ്ദുൾ ജലീലും മേലാറ്റൂർ സ്വദേശി മുഹമ്മദ് ജൌഹറും നാട്ടുകൾ പോലീസിന്റെ പിടിയിലാവുന്നതും. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 15-ാം തീയതി പ്രതികളായ ജലീലും ജൌഹറും ശങ്കരനോടൊപ്പം ചേർന്ന് മദ്യപിച്ചിരുന്നു. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതികൾ ശങ്കരനെ മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് വീണ ശങ്കരനെ ഇരുവരും ചേർന്ന് മതിലിന് മുകളിൽ കയറ്റി അപ്പുറത്തെ ഒഴിഞ്ഞ പറമ്പിലേക്ക് തള്ളിയിടുന്നു എന്നാണ്. ഈ വീഴ്ചയിൽ തലക്കേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൃതദേഹം മറ്റാരും ശ്രദ്ധിക്കാതിരിക്കാനായി ശങ്കരന്റെ ഉടുമുണ്ട് ഉപയോഗിച്ച് തലമൂടി പൊതിപ്പിച്ച ശേഷമാണ് പ്രതികൾ കടന്നുകളഞ്ഞത്. പിടിയിലായ 2-ാം പ്രതി മുഹമ്മദ് ജൌഫർ കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട കുറ്റവാളിയാണെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലയോര ഗ്രാമമായ കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിലെ പിലാച്ചുള്ളി പാടശേഖരത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 5 മണിയോടെ എത്തിയ ആനകൾ താളിയിൽ ഇപ്പുവിന്റെ കൃഷിയിടത്തിലെ വിളവെടുക്കുന്നതുൾപ്പെടെയുള്ള 40ഓളം കവുങ്ങുകളാണ് നശിപ്പിച്ചത്. ജനവാസ മേഖലയോട് ചേർന്ന പിലാച്ചുള്ളി പാടശേഖരത്താണ് ബുധനാഴ്ച രാവിലെ 5 മണിയോടെ 3 കാട്ടാനകൾ എത്തിയത്. താളിയിൽ ഇപ്പുവിന്റെ കൃഷിയിടത്തിലെ 40 കവുങ്ങുകൾ ആനകൾ നശിപ്പിച്ചു. ഇതിൽ 20ഓളം കവുങ്ങുകൾ വിളവ് തരുന്നവയാണ്. കൃഷികൾക്ക് മാത്രമല്ല പ്രദേശത്തെ വീടുകൾക്കും ആനകൾ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പ്രതിരോധ മാർഗങ്ങളൊന്നും നടപ്പായില്ലെന്ന് കർഷകനും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ TK ഇപ്പു പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്ലാവും മൂച്ചയാണ്. ഇതുവരെ പ്ലാവായിരുന്നു. ഇപ്പോൾ പ്ലാവിലെ ചക്കകൾ കഴിയുമ്പോൾ മൂച്ചുമ്പലേക്ക് എടുത്തു. പിന്നെ കഴുങ്ങുകൾ. ഇതാണ് നിത്യം ഇത് കച്ചേരിപ്പറമ്പിൽ ഭയങ്കര പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ ആനക്ക് പിന്നെ കുങ്കിയാനകളെ കൊടുന്നിട്ട് നാട് കടത്താമെന്ന് പറഞ്ഞാണ് നമ്മുടെ ബഹുമാനപ്പെട്ട DF സാറും പിന്നെ സൈലൻ്റ് വാരി വാർഡനും ഒക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് ഞങ്ങളൊരു ഇതെടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് പറയുമ്പോൾ പറഞ്ഞു വയനാട്ടിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചിട്ട് മേലോട്ട് തുരത്തേണ്ട ഡ്രൈവ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യലും ഇല്ല, കുങ്കിയാനകളില്ല, ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എത്ര ആൾക്കാർ ജീവൻ പൊലിഞ്ഞു എന്ന് അറിയോ? ഇപ്പോൾ ഇവിടെ തന്നെ ഒരു പാവപ്പെട്ട വാച്ചർ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഇതൊക്കെ ജനങ്ങൾ പിന്നെ എല്ലാവരും സർക്കാരും എല്ലാവരും കാണുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാർ അതിന് അടിയന്തരമായ സഹായങ്ങൾ എന്താച്ചെങ്കിൽ ചെയ്യാന്ന് പറയാം. വനാതിർത്തിയിലെ ഫെൻസിംഗ് തകർത്താണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിവരമറിയിച്ച പ്രകാരം തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തി കൃഷിനാശം വിലയിരുത്തി. സൈലന്റ് വാലി വനമേഖലയിൽ നിന്നും എത്തുന്ന കാട്ടാനകൾ ബഫർ സോണിനോട് ചേർന്നുള്ള പാണക്കാടൻ റിസർവ് വനത്തിൽ തമ്പടിച്ച ശേഷമാണ് വനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത്. 2 ആഴ്ച കാലത്തോളമായി മേഖലയിൽ പതിവായി കാട്ടാനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൈലന്റ് വാലി വനാതിർത്തിയിൽ സൗരോർജ്ജ തൂക്കുവേലിയുണ്ടാക്കിയെങ്കിലും പിലാച്ചുള്ളി ഭാഗത്തേക്ക് ആനകൾ കടക്കാതിരിക്കാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ C ഗിരീഷ് അറിയിച്ചു. വനപാലകരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് സിംഗിൾ ലൈൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ആനകൾ നശിപ്പിച്ച ലൈനുകൾ പ്രയോജനപ്പെടുത്തിയാണ് 1 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ ലൈൻ സ്ഥാപിക്കുന്നത്. ആനകളെ തടയാനുള്ള അടിയന്തര നടപടികളുടെ ഭാഗമായാണ് ഈ താൽക്കാലിക പരിഹാരം. കൂടാതെ മേഖലയിൽ പട്രോളിംഗും രാവും പകലും കാട്ടാന നിരീക്ഷണവും ശക്തമാണെന്നും ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം പാലപ്പുറത്ത് വീട്ടുമുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. കയറമ്പാറ SRK നഗർ കൃപാ വീട്ടിൽ സുമംഗലയുടെ മാലയാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്തെ ചെടി നനയ്ക്കുകയായിരുന്ന സുമംഗലയുടെ മാല മോഷ്ടാവ് പിടിച്ചു പറിക്കുകയായിരുന്നു. 2 പവനോളം തൂക്കമുള്ള താലിയടക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. വീട്ടുമുറ്റത്തുള്ള ചെടികൾ നനയ്ക്കുകയായിരുന്ന സുമംഗല ഗേറ്റ് ഉള്ളിൽ നിന്നും പൂട്ടിയിരുന്നു. ഇതിനിടയിൽ മോഷ്ടാവ് മതിൽ ചാടിക്കടന്ന് സുമംഗലയുടെ വായ പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5:45 സമയം. അപ്പോൾ ഈ അരിയലയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇടത്തെ കൈ കഴുത്തുകൂടിയിട്ട് വായ പൊത്തി പിടിച്ചങ്ങനെ വലിച്ച് അതേ കയറി. അത്ര ഉണ്ടായുള്ളൂ.
വീണില്ല. ഉടുപ്പൊക്കെ നനഞ്ഞു. ബ്ലൗസ് ഉണ്ടായിരുന്നല്ലോ. എത്ര പവന്റെ മാല? 2 പവന്റെ മാലയും താലും. ആളെ മനസ്സിലായില്ല. ആണെന്ന് അറിയില്ല. എന്ത് വസ്ത്രം ധരിച്ചെന്നെ? ഇതുവരെ ട്രൗസർ ഇട്ടിരിക്കുന്നു. ബർമുഡ. മാസ്ക് ഇട്ടുണ്ട്. അധികം തടിയൊന്നുമില്ല, നല്ല കളറും ഇല്ല, ഒരു മീഡിയം. മോഷ്ടാവ് മാസ്ക് കൊണ്ട് മുഖമറച്ചിരുന്നതായി സുമംഗല പറഞ്ഞു. ഇറക്കം കുറഞ്ഞ പാന്റും ഷർട്ടുമാണ് മോഷ്ടാവ് ധരിച്ചിരുന്നത്. മുൻപും പ്രദേശത്ത് മാലമോഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതുവരെയും മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. നിരന്തരം ഈ ഏരിയയിലെ കള്ളന്മാരെ ശല്യമുണ്ട്. ഒരു 2 മാസം മുമ്പ് നമ്മുടെ അടുത്ത് തന്നെ ഒരു പാഞ്ചാലി ചേച്ചിയുണ്ട്. അവരുടെ മാല പൊട്ടിച്ചു, രാത്രി പുലർച്ചെ വന്ന് മാല പൊട്ടിച്ച് കൊണ്ടുപോയിരുന്നു. അതേപോലെ ഈ ഏരിയയിൽ ഈ കള്ളന്മാരുടെ ശല്യം നിരന്തരം കാണുന്നുണ്ട്. പോലീസ് അത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ അതിന് ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പോലീസും നാട്ടുകാരും ശരിക്ക് ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ് ഈ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പിയിൽ MDMAയുമായി യുവാവ് പോലീസ് പിടിയിൽ. പട്ടാമ്പി കോളേജ് സ്ട്രീറ്റ് സ്വദേശി ഇരട്ടയിൽ വീട്ടിൽ സുബൈറാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി മുതുതല കോഴിക്കോട്ടിരി ഭാഗത്ത് പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിലാണ് 9.19 ഗ്രാം MDMAയുമായി സുബൈർ പിടിയിലായത്. കവറിലാക്കി സൂക്ഷിച്ച നിലയിലാണ് ഇയാളുടെ പക്കൽ നിന്നും MDMA കണ്ടെടുത്തത്. സുബൈർ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം പനയൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനുള്ളിൽ കോൺട്രാക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പനയൂർ മിനിപ്പടി സ്വദേശിയായ ചക്കൻ ചാത്തുതൊടി വീട്ടിൽ രാജീവാണ് മരിച്ചത്. രാജീവ് താമസിക്കുന്ന വീടിനു സമീപത്തുള്ള അദ്ദേഹം തന്നെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തിരുന്ന വീടിന്റെ പുറകുഭാഗത്താണ് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇദ്ദേഹത്തെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് രാജീവിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. മരണകാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. അന്യായമായ പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കടയടപ്പ് മണ്ണാർക്കാടും പൂർണ്ണം. മണ്ണാർക്കാട്ടെ ഹോട്ടലുകളെല്ലാം അടഞ്ഞുകിടന്നു. 24 മണിക്കൂറാണ് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പാചകവാതക വിതരണത്തിൽ വലിയ കുറവുണ്ടായി. തുടർന്ന് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വില വർധനവ് വരുത്തി. ഇപ്പോൾ ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1400 രൂപയുടെ വർധനവാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തിയിട്ടുള്ളത്. സ്വകാര്യ കുത്തക കമ്പനികളെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ വിലവർധന ഒറ്റയടിക്ക് നടപ്പാക്കിയതെന്ന് അസോസിയേഷൻ ആരോപിച്ചു. ഹോട്ടൽ വ്യവസായത്തിന്റെ നിലനിൽപ്പ് മാത്രമല്ല, വിപണിയിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്നതും പൊതുസമൂഹത്തിന് വലിയ ബാധ്യതയാകുമെന്നും അസോസിയേഷൻ പറഞ്ഞു. കടയെടുപ്പ് സമരത്തിന്റെ ഭാഗമായി പാലക്കാട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാണിജ്യ സിലിണ്ടർ വിലവർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പത്തിരിപ്പാല യൂണിറ്റ് പ്രസിഡന്റ് KA ഷറഫുദ്ദീൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, KHRA മേഖലാ പ്രതിനിധി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിൽ കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. റോഡിന്റെ പ്രധാന പ്രവൃത്തിയായ ടാറിംഗ് പൂർത്തിയായതോടെ പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരം ആവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2023 ബജറ്റിൽ 2 കോടി രൂപയാണ് ഈ റോഡിന്റെ നവീകരണത്തിനായി വകയിരുത്തിയത്. കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ഇതേ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത്. കുണ്ടും കുഴികളും നിറഞ്ഞ് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇക്കാലം അത്രയും യാത്ര. കൂടാതെ 2 തവണ ഉദ്ഘാടനം നടത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ലെന്നാരോപിച്ച് ഒറ്റപ്പാലം MLAക്ക് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. പറഞ്ഞ കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാത്തതും ജനങ്ങളുടെ യാത്ര ദുസ്സഹമാകുന്നതും വലിയ ചർച്ചയായിരുന്നു. റോഡിന്റെ ടാറിംഗ് പൂർത്തിയായെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ കൂടി ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് സ്ഥലം നേരിട്ട് സന്ദർശിച്ച K. പ്രേംകുമാർ MLA വ്യക്തമാക്കി.
കരാറുകാരനെല്ലാം വലിയ പ്രയാസമുണ്ടായൊരു സാഹചര്യവും സന്ദർഭവുമാണ് ഒരല്പം ടാറിങ് വൈകുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. എന്നാൽ ഇതിലൂടെ വന്നപ്പോൾ നമ്മൾ ഈ റോഡിൽ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി ബോധ്യമാകും ഈ നാടിൻ്റെ വലിയ മാറ്റം LDF സർക്കാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ മണ്ഡലത്തിനു വേണ്ടി ബജറ്റിൽ നീക്കി വെച്ച ഫണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ച് നല്ല നിലയിൽ ഈ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാനായി എന്ന് നമുക്ക് മനസ്സിലാകും. ടാറിംഗ് പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ട്. ഒന്ന്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഒക്കെ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കട്ട വിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യമാണ്. മറ്റൊന്ന്, കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്ത് തന്നെ അവിടെ ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരം അവിടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ആ കോൺക്രീറ്റ് പ്രവൃത്തി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കോൺക്രീറ്റ് ഒരു മഴയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2 മാസത്തിനുള്ളിൽ, അങ്ങനെയാണ് തോന്നുന്നത്. ഡേറ്റ് ചിലപ്പോൾ നീട്ടി പറയുന്നതാണ് എപ്പോഴും നല്ലത്. മഴ ഒന്ന് ശക്തമായാൽ ഉടനെ തന്നെ ആ പ്രവൃത്തി നടത്തും. റോഡിന്റെ ഇരുവശങ്ങളിലെയും കോൺക്രീറ്റ് പ്രവൃത്തികളും കവലയിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നതിനുള്ള പാർക്കിംഗ് ഏരിയയുടെ കോൺക്രീറ്റിംഗുമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. നിയുക്ത ഷൊർണൂർ MLAക്ക് ആദ്യ പൊതുസ്വീകരണം ചെർപ്പശ്ശേരിയിൽ നൽകി. നന്മ സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സ്വീകരണം. നന്മ ലൈബ്രറി ഹാളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ K ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C രാധാകൃഷ്ണൻ, വാർഡ് കൗൺസിലർ K സാബിറ, അലി മാട്ടര എന്നിവർ സംസാരിച്ചു. കമല, മായ എന്നീ കുട്ടികൾ നന്മയ്ക്ക് നൽകിയ ബാലസാഹിത്യ പുസ്തകങ്ങൾ വായനശാലയ്ക്ക് വേണ്ടി P മമ്മിക്കുട്ടി MLA സ്വീകരിച്ചു. ആളുകളുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് നന്മ സാംസ്കാരിക കേന്ദ്രം. ആ പേരിൽ അന്തർലീനമായ അതിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ഈ സംഘടനയുടെ ഭാഗമായി തന്നെ സത്യമായ വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഭവ ഫലങ്ങളിൽ സമൂഹത്തിന് എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരികമായും സാമൂഹ്യമായും അതുപോലെ തന്നെ സാമ്പത്തികമായും ജീവകാരുണ്യപരമായും ഒക്കെ തങ്ങളുടെ സഹായം ഏത് മേഖലയിൽ ഏത് തരത്തിൽ ഏതാൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജീവനുള്ള സംഘടനയായി നിലനിൽക്കുന്നത്. നിയുക്ത MLA K പ്രേംകുമാർ ഒറ്റപ്പാലം മണ്ഡലത്തിലെ വോട്ടർമാരുടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള മണ്ഡലംതല പര്യടനം തുടരുന്നു. ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി, കോട്ടപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായി. പേരൂർ പൂക്കാട്ടുകുന്ന്, ലക്കിടി പുത്തൂർ, പാലപ്പുറം NSS കോളേജ്, ഈസ്റ്റ് ഒറ്റപ്പാലം, തോട്ടക്കര, വരോട് സെന്റർ, മുരുക്കുംപറ്റ, അമ്പലപ്പാറ സെന്റർ, വേങ്ങശ്ശേരി, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി, മണ്ണമ്പറ്റ ജംഗ്ഷൻ, അങ്ങാടിപ്പുറം ആശുപത്രി ജംഗ്ഷൻ, ഉമ്മനഴി, പോമ്പ്ര തച്ചങ്ങോട്, കോട്ടപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെത്തല്ലൂരിൽ പര്യടനം സമാപിച്ചു. LDF മണ്ഡലം ചെയർമാൻ S കൃഷ്ണദാസ്, കൺവീനർ T സുനിൽ, മണ്ഡലം നേതാക്കളായ K സുരേഷ്, P അരവിന്ദാക്ഷൻ, K രാമചന്ദ്രൻ, M മോഹനൻ, K അശോക് കുമാർ, രൺദീഷ്, K വേണുഗോപാലൻ, KT രാമചന്ദ്രൻ, P മൊയ്തീൻകുട്ടി, TK പ്രകാശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ഉജ്ജ്വല വിജയം നേടിയ നിയുക്ത MLAക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിലുടനീളം ആവേശകരമായ സ്വീകരണങ്ങളിൽ നജീബ് കാന്തപുരം വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. മണ്ഡലത്തിലെ ജനങ്ങൾക്കായി എന്നും കൂടെയുണ്ടാകുമെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിയുക്ത MLA നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് നഗരഗ്രാമാന്തരങ്ങളിൽ വൻ സ്വീകരണമാണ് നൽകിയത്. രാവിലെ പുലാമന്തോൾ പഞ്ചായത്തിലെ ഓണപ്പുടയിൽ നിന്ന് ആരംഭിച്ച പര്യടനം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. പുലാമന്തോൾ, ചെറുകര, ഏലംകുളം, ആനമങ്ങാട്, തൂത, കരിങ്കല്ലത്താണി, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ തുടങ്ങിയ 30ഓളം കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നൂറുകണക്കിന് ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും നജീബ് കാന്തപുരത്തെ എതിരേറ്റു. മുദ്രാവാക്യം വിളിച്ചും ഹാരങ്ങൾ അണിയിച്ചും മുതിർന്ന വോട്ടർമാരും സ്വീകരിച്ചു.
തുറന്ന വാഹനത്തിൽ കയറി നിയുക്ത MLAക്കൊപ്പം സെൽഫി എടുത്തും മുത്തം നൽകിയും കുരുന്നുകൾ റോഡ് ഷോയെ വൈകാരികമാക്കി. കത്തിയേരിയുന്ന ഉച്ചവെയിലിലും നൂറുകണക്കിന് ബൈക്കുകളിലും വാഹനങ്ങളിലുമായി നിരവധി പേർ അനുഗമിച്ചു. റോഡ് ഷോ രാത്രിയിൽ താഴേക്കോടാണ് സമാപിച്ചത്. തന്റെ വിജയത്തിന് കാരണക്കാരായ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച നജീബ് കാന്തപുരം മണ്ഡലത്തിന്റെ വികസനത്തിനായി ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. നിയോജക മണ്ഡലം പഞ്ചായത്ത് തല UDF നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മേലെ അരിപ്രയിലെ വത്സല ശ്രീകുമാരൻ ദമ്പതികൾക്ക് അനുവദിച്ച 10 സെന്റ് പിച്ചഭൂമി 17 വർഷങ്ങൾക്ക് ശേഷം അളന്ന് തിട്ടപ്പെടുത്തി അതിരിടൽ പൂർത്തിയാക്കി. വെൽഫെയർ പാർട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭൂമി അളന്ന് തിരിച്ചത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ മേലെ അരിപ്രയിലെ വത്സല ശ്രീകുമാരൻ ദമ്പതികൾക്ക് 2009 മിച്ചഭൂമി അനുവദിച്ചതാണ്. എന്നാൽ ഈ ഭൂമി അളന്നു തിരിച്ച് ഇവർക്ക് നൽകിയിരുന്നില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഇടപെടലിലൂടെ 10 സെന്റ് ഭൂമി കണ്ടെത്തി അളന്ന് അതിരിടൽ പൂർത്തിയാക്കി. മിച്ചഭൂമി കണ്ടെത്തി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി പല പ്രാവശ്യം സർക്കാർ ഓഫീസുകളെ സമീപിച്ചിട്ടും നടപടിയുണ്ടായിരുന്നില്ല. ഒടുവിൽ ദമ്പതികൾ അവരുടെ പ്രശ്നം അങ്ങാടിപ്പുറം പഞ്ചായത്ത് 2ാം വാർഡ് വെൽഫെയർ പാർട്ടി അംഗങ്ങളോട് പറയുകയായിരുന്നു. തുടർന്ന് 2.5 വർഷത്തെ നീണ്ട ശ്രമഫലമായി കീഴാറ്റൂർ പഞ്ചായത്തിലെ 16ാം വാർഡിൽ ഭൂമി കണ്ടെത്തി. ഈ ഭൂമി അളന്ന് അതിരിടൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഒരു തുണ്ട് ഭൂമിയില്ലാത്ത കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ ആ കുടുംബത്തിന് ആശ്വാസം പകർന്നതോടൊപ്പം വെൽഫെയർ പാർട്ടി പ്രവർത്തകർക്കും ഏറെ അഭിമാനമുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടിയത്. അപ്പോൾ മൂപ്പർക്ക് അന്ന് കിട്ടിയപ്പോൾ മൂപ്പര് വന്ന് കണ്ടു. പക്ഷെ ഞാൻ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മൂപ്പർക്ക് ബൈപ്പാസ് സർജറി ഒക്കെ വന്ന് മൂപ്പര് പിന്നെ അതൊക്കെ അസുഖമൊക്കെ ബാധിച്ച് വന്ന് നോക്കുമ്പോൾ മൂപ്പർക്ക് എവിടെ സ്ഥലം എന്നുള്ളതും ഞങ്ങൾ എല്ലാവരും കൂടിയും കുട്ടികളും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് എവിടെ സ്ഥലം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇത് നികുതി അടച്ചായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നികുതി അടച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൗഷാദ് ഇതിൽ കയറിയപ്പോൾ ഞാൻ നൗഷാദിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതിങ്ങനെ ഒരു കാര്യമുണ്ടായി, എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ആദ്യം ആരെ വിളിച്ചു, ആരാന്നിപ്പോൾ എനിക്കറിയില്ല, അപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ വിളിച്ച് ഒരു 2-2.5 കൊല്ലമായിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നാലെ കുട്ടി നടന്ന്. ഇപ്പം ഞങ്ങൾക്കത് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് ഇപ്പം അതുകൊണ്ടാണ്. അതിരിടൽ പ്രവർത്തനങ്ങൾക്ക് ടീം വെൽഫെയർ അംഗങ്ങളായ നൗഷാദ് അരിപ്ര, സെയ്ദാലി വലമ്പൂർ, മുസ്തഫ മാസ്റ്റർ, സക്കീർ അരിപ്പ, റസാഖ് ശാന്തപുരം, സമദ്, നജീബ്, ഉസ്മാൻ ശാന്തപുരം, സലാം മാസ്റ്റർ, വാർഡ് മെമ്പർ മുനീറ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിസ്ഥാന മലയാള വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരദീപത്തിന് മണ്ണാർക്കാട് തെങ്കരയിൽ തുടക്കം. വിദ്യാർത്ഥികളെ മലയാള ഭാഷയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും എഴുത്തും വായനയും പരിശീലിപ്പിക്കാനും അവധിക്കാല സൗജന്യ ക്ലാസുകൾ നൽകുകയാണ് അക്ഷരദീപത്തിലൂടെ. തെങ്കരയിൽ സംഘടിപ്പിച്ച അക്ഷരദീപം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരീഷ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജസീന ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. അക്ഷരദീപം കോർഡിനേറ്റർ റാഹില ബിൻ അബ്ദുൾ റഹീം, ബഷീരിയ, ഖാലിദ് പുന്നപ്പള്ളി, പി സിദ്ദിഖ്, ഉമ്മക്കുൽസു, തസ്ലിമ ഇല്യാസ്, സീതാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പഠനോപകരണങ്ങൾ വിലക്കുറവിൽ കിട്ടും. ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്കൂൾ ബസാറിലേക്ക് വന്നാൽ മതി. ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ബിൽഡിംഗിലാണ് സ്കൂൾ ബസാർ പ്രവർത്തിക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ ബസാർ തുറന്നത്. ബാങ്ക് ഹെഡ് ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ബസാർ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ HM PK ഷീജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ അധ്യക്ഷനായി. ഡയറക്ടർമാരായ വാസുദേവൻ, മണികണ്ഠൻ, സുനിത, സെക്രട്ടറി PM സൗമ്യ എന്നിവർ പങ്കെടുത്തു. പൊതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് സ്കൂൾ ബസാറിൽ സാധനങ്ങൾ നൽകുന്നത്. ത്രിവേണി, ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ നോട്ട് ബുക്കുകൾ, സ്കൂൾ ബാഗുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ, പെന്നുകൾ, മറ്റുൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ മിതമായ നിരക്കിൽ കിട്ടും. മികച്ച ഗുണമേന്മയിൽ പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് ബാങ്ക് പഠനോപകരണങ്ങൾ നൽകുന്നതെന്ന് പ്രസിഡന്റ് ഷാജി പറക്കൽ പറഞ്ഞു. ചെറുപ്പശ്ശേരിയിലെ ജനങ്ങൾക്ക് വിലക്കുറവിൽ
ഇപ്പോൾ ഉത്സവങ്ങൾ വരുമ്പോൾ ഓണാണെങ്കിലും അതുപോലെ വിഷു ആണെങ്കിലും മറ്റു ഉത്സവങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ആൾറെഡി നമ്മൾ ഇവിടെ സ്കൂൾ ബസാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വിപുലീകരിച്ചിട്ട് വിപുലമായ സ്റ്റോക്കൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ആളുകൾക്ക് വിലക്കുറവിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. ത്രിവേണിയുടെ നോട്ട് ബുക്കുകളുണ്ട്, അതേപോലെ തന്നെ നമ്മൾ നല്ല നോട്ട് ബുക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്കുകൾ, നല്ല ക്വാളിറ്റി ഉള്ള നോട്ട് ബുക്കാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കൂബിയുടെ ബാഗ്, കോപ്പി, ജോൺസ്, അങ്ങനെ വിപുലമായിട്ടുള്ള ഇപ്പോൾ സ്കൂൾ ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് 1 വർഷം വാറണ്ടി കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്കൂൾ ബാഗുകളാണ് നമ്മൾ സജ്ജീകരിച്ചത്. അതേപോലെ ബ്രാൻഡായിട്ടുള്ള ഇപ്പോൾ കോപ്പി കൊടയാണെങ്കിൽ അടക്കം മാർക്കറ്റിൽ ഒരു നിശ്ചിത മാർജിൻ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് കമ്പനി പറഞ്ഞ റേറ്റിനേക്കാളും കുറച്ചാണ് നമ്മൾ കോപ്പി ആണെങ്കിലും അതേപോലെ തന്നെ ജോൺസ് ആണെങ്കിലും സ്കൂബിയുടെ ബാഗ് അടക്കം നമ്മൾ കമ്പനി പറഞ്ഞതിനേക്കാളും വിലക്കുറവിലാണ് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി ലഘുവായ്പകളും ബാങ്ക് നൽകുന്നുണ്ട്. ചെർപ്പശ്ശേരി ഐഡിയൽ കോളേജിൽ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് സംഘടിപ്പിച്ച സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹയർ എഡ്യൂക്കേഷൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ബിയോണ്ട് +2 എക്സ്പ്ലോർ, ഡിസൈഡ്, സക്സീഡ് എന്ന വിഷയത്തിൽ സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. കോളേജിന്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകിയ 30 മണിക്കൂർ നീളുന്ന സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. ഐഡിയൽ ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ സൈനുൽ ആബിദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ കോളേജ് അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയാക്കിയ 100ഓളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിയിൽ കോളേജിലെ വിവിധ വകുപ്പ് മേധാവികളും അധ്യാപകരും പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിൽ നെൽകർഷകരുടെ PRS വായ്പാ വിതരണം നിയുക്ത MLA കെ പ്രേംകുമാർ നെൽകർഷകൻ M ഹരിദാസിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, ബാങ്ക് സെക്രട്ടറി സി ഉല്ലാസ് കുമാർ, പി രാജേഷ്, എ സൈന സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കഴിഞ്ഞ LDF സർക്കാർ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൻ്റെ ഭാഗമായി നെല്ല് സംഭരണം ഏറ്റെടുക്കുകയുണ്ടായി. കാരണം ഇതിൻ്റെ മുമ്പ് അറിയാം, നമ്മുടെ കർഷകർ നെല്ലുണ്ടാക്കി കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടാനൊക്കെ ഒരുപാട് താമസങ്ങളുണ്ടായിരുന്നു. നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ കർഷകരെ സഹായിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പൈസ നെല്ലിൻ്റെ വില കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യേണ്ട ഭാഗമായിട്ടുണ്ട് സഹകരണ ബാങ്കിൻ്റെ നമ്മൾ കൺസോർഷ്യം രൂപീകരിച്ചിട്ട് അതിൽ കൂടെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായത്. പക്ഷേ ഈ പ്രാരംഭ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള ചില കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബാങ്കിൽ 350ഓളം കർഷകർക്കാണ് PRS മുഖാന്തരം നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അത് പല ആൾക്കാരും ഇപ്പോഴും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഏതായാലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള PRS കിട്ടിയിട്ടുള്ള ആൾക്കാർക്കും പൈസ ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയുക്ത MLA പ്രേംകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ആത്മാർത്ഥമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. കടുത്ത വേനലിൽ കുടിവെള്ള സൗകര്യമൊരുക്കി വ്യാപാരികളും ശ്രീകൃഷ്ണപുരത്ത് മാതൃകയാകുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സാധ്യതയുള്ള കടകളിൽ കുടിവെള്ള ലഭ്യത ഒരുക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി വിജയകൃഷ്ണന്റെ സ്ഥാപന പരിസരത്ത് തയ്യാറാക്കിയ കുടിവെള്ള വിതരണ കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, ഏകോപന സമിതി പ്രസിഡന്റ് KL ബേബി, ജോസ് ഈറ്റിക്കൽ എന്നിവർ സംസാരിച്ചു. അവരവരുടെ കടകൾക്ക് ഉള്ളിലും പുറത്തുമായി കൊണ്ട് ശുചീകരണ പ്രവർത്തനം മഴയ്ക്ക് മുമ്പ് എന്ന ആശയം വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരുന്നു. വ്യാപാരി സമൂഹം അത് നല്ല രീതിയിൽ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി നടക്കുന്ന ദിവസം കൂടിയാണ് ഈ ചടങ്ങ് എന്നത് കൊണ്ടുതന്നെ അതിന് പ്രാധാന്യമുണ്ട്, മാധുര്യമുണ്ട് എന്ന് പിന്നെയും കൂട്ടിച്ചേർക്കുകയാണ്. വ്യാപാരി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ കഴിഞ്ഞ യോഗങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിക്കാൻ കഴിയാവുന്ന പരമാവധി മേഖലകളിൽ എല്ലാം ഇടപെടലുണ്ടാകുന്നതിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ താല്പര്യമെടുത്തുകൊണ്ടുള്ള ഈ പ്രവർത്തനത്തെ
ഗ്രാമപഞ്ചായത്ത് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുകൂടി ഈ ദാഹജല പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ BJP വോട്ടുകൾ വ്യാപകമായി ചോർന്നത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. മണ്ണാർക്കാട്ടെ BJP നേതൃത്വം തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ലെന്നും വോട്ട് കച്ചവടമാണ് നടന്നതെന്നും ഐസക് വർഗീസ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷിച്ച് മത്സരിച്ച PK ശശിക്ക് ഭൂരിപക്ഷം കിട്ടിയത് കരിമ്പുഴ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിൽ മാത്രം. മണ്ഡലത്തിലെ 8-ൽ 6 തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് K പ്രേംകുമാറിന്. കോട്ടപ്പാടം ഭീമനാട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. 2 പേർ അറസ്റ്റിൽ. കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസ്. കോട്ടപ്പാടത്ത് വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കച്ചേരിപ്പറമ്പിലെ പിലാച്ചുള്ളി പാടശേഖരത്തെ വീണ്ടും കാട്ടാന ഇറങ്ങി. 40ഓളം കവുങ്ങുകൾ നശിപ്പിച്ചു. പ്രദേശവാസികൾ ഭീതിയിൽ. പട്ടാമ്പിയിൽ മയക്കുമരുന്ന് വേട്ട. MDMAയുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി കോളേജ് സ്ട്രീറ്റ് സ്വദേശി ഇരട്ടിയിൽ വീട്ടിൽ സുബേറാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.